വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ചുവടുമാറ്റി അദാനി ഗ്രൂപ്പ് MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണയെന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ മുന്നോട്ടു പോകുകയുള്ളൂ എന്നുമാണ് അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സമ്മർദ്ദം ശക്തമായതോടെ അനുമതി നൽകുന്നതിൽ ജാഗ്രതയോടെയാണ് സർക്കാരിന്റെ നീക്കം. രജിത്ത് ചേരുകയാണ്. രജിത്ത്, പ്രാഥമിക ധാരണ മാത്രമാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഉണ്ടായത് എന്നാണ് MSC കമ്പനി പറയുന്നത്. MSC ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി അത്യാവശ്യം തന്നെയാണ്. അനുമതി ഇല്ലാതെയാണ് 49% ഓഹരി കൈപ്പറ്റിയത് എന്ന് പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറഞ്ഞത്. ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങളൊരു മുന്നോട്ട് പോക്ക്? MSCയുടെ നീക്കങ്ങൾ അത് എങ്ങനെയാവും? അദാനി ഗ്രൂപ്പിന് ഈ ഒരു ഓഹരി കൈമാറ്റവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് നേരത്തെ മുതൽ തന്നെ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം സർക്കാർ തലത്തിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കാതെ തന്നെ ഇവർ MSCയുമായി ഒരു ധാരണയിലേക്ക് എത്തുകയും ആ ധാരണ പുറത്തേക്ക് വിടുകയും ചെയ്തത്. അതിനുശേഷമാണ് സർക്കാരിലേക്ക് അനുമതി ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ 49% ഓഹരി ഏകദേശം 29,000 കോടി രൂപയുടെ ഇടപാടാണ് ഇപ്പോൾ ഈ ഓഹരി ഇടപാടിൽ തന്നെ നടക്കുന്നത്, ഓഹരി കൈമാറ്റത്തിൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണം. പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അധീനതയിലുള്ളതിനാൽ തന്നെ സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് വെച്ചിട്ടുള്ള കരാർ പ്രകാരം ഇത്തരമൊരു കരാറുമായി അല്ലെങ്കിൽ ഇത്തരമൊരു ഓഹരി കൈമാറ്റവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഡീലുകളടക്കം ഇവർ തമ്മിലുണ്ട് എന്നതാണ്. അവയൊക്കെയും വ്യതിചലിപ്പിച്ചുകൊണ്ടാണ് ഈ അദാനി ഗ്രൂപ്പ് MSC കമ്പനിയുമായി, അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായിട്ടുള്ള MSC കമ്പനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് സർക്കാർ തലത്തിൽ അംഗീകരിക്കില്ല. സർക്കാർ തലത്തിൽ തന്നെ സമ്മർദ്ദം, സർക്കാർ തലത്തിൽ പ്രതിപക്ഷത്തു നിന്നും വലിയൊരു സമ്മർദ്ദം നിയമസഭയിൽ അടക്കം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആദ്യം ഒരു കത്ത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്ക് ശേഷം ഒരു കത്ത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന് നൽകുകയും ചെയ്തു, ഇത്തരത്തിൽ ഇതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതൊരു കത്ത്, ആ കത്ത് പിൻവലിച്ചതിന് ശേഷം രണ്ടാമതൊരു കത്ത് കൂടി നൽകിയിരിക്കുന്ന. ആ കത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണ മാത്രമാണ് MSC കമ്പനിയുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രാഥമിക ധാരണയ്ക്ക് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ ആ കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്ത് സർക്കാർ പരിഗണനയ്ക്ക് എടുത്തിട്ടുമുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയാണ്, കത്ത് നൽകുകയാണെങ്കിൽ ഇതിൻ്റെ ഇടപാടുകൾ, ഈ ധാരണകളൊക്കെയും തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അനുമതി നൽകണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് പോകും. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ചൂടുമാറ്റിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായി ഉണ്ടാക്കിയത് പ്രാഥമിക ധാരണയെന്നും സർക്കാർ അനുമതിയോടെ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുമാണ് അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്.